ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു കഥ പറയാം. എല്ലാവരും ശ്രദ്ധയോടുകൂടി ഈ കഥ കേട്ടിട്ട് ഇതിനു മുമ്പ് നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കമൻ്റ് ഇടണം. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുകയുള്ളൂ. ഇത് മഹാഭാരതത്തിലെ ഒരു കഥയാണ്. നമുക്കെല്ലാവർക്കും അറിയാം വിതുരര് ധർമ്മരാജന്റെ അവതാരമാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. മഹാഭാരതത്തിൽ പറയുന്നത് വിതുരര് ഒരു ശൂദ്രനായിട്ടാണ് ജനിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിതുരർക്ക് ജനിക്കേണ്ടി വന്നത്? ഇതിന് പുറകിൽ എന്തെങ്കിലും ഒരു ശാപമുണ്ടോ? എന്താണ് അതിന് കാരണം? അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. പണ്ട് അണിമാണ്ഡവ്യൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനുണ്ടായിരുന്നു. അദ്ദേഹം വലിയ ധൈര്യവാനും ധർമ്മജ്ഞനും തപസിയും സത്യനിഷ്ഠനുമൊക്കെ ആയിരുന്നു. ആശ്രമത്തിലെ വാതുക്കൽ ഒരു വൃക്ഷമുണ്ടായിരുന്നു. ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ രണ്ട് കൈയും ശിരസിനു മുകളിൽ തൊഴുതു പിടിച്ച് അദ്ദേഹം തപസ്സനുഷ്ഠിക്കുമായിരുന്നു. മൗനവ്രതം ആചരിച്ചുകൊണ്ടാണ് അദ്ദേഹം തപസ്സു ചെയ്തിരുന്നത്. അങ്ങനെയിരിക്കെ കുറച്ചു കള്ളന്മാർ ചില മോഷണ വസ്തുക്കളുമായി അവിടേക്ക് എത്തിച്ചേർന്നു. അനേകം രക്ഷാഭടന്മാർ, അതായത് രാജഭടന്മാർ, അവരെ പിന്തുടർന്ന് ഓടി വരുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ കള്ളന്മാർ അണിമാണ്ഡവ്യന്റെ ആശ്രമത്തിൽ കടക്കുകയും ആ മോഷണ വസ്തുക്കൾ ആ ആശ്രമത്തിൽ ഒളിച്ചു വെക്കുകയും ചെയ്തു. അതിനുശേഷം അവര് ആശ്രമത്തിന്റെ അകത്തളത്തിൽ ഒളിച്ചിരിക്കുകയും ചെയ്തു. ഈ രാജഭടന്മാർ കൈകൂപ്പി മൗനമാചരിച്ച് തപസ്സനുഷ്ഠിക്കുന്ന അണിമാണ്ഡവ്യന്റെ മുമ്പിൽ വന്നിട്ട് ഈ കള്ളന്മാരെ കണ്ടോ, അവരെങ്ങോട്ടേക്കാണ് ഓടിപ്പോയത് എന്ന് ചോദിച്ചു. പക്ഷേ ഈ രാജഭടന്മാരുടെ ചോദ്യത്തിന് അണിമാണ്ഡവ്യൻ യാതൊരു ഉത്തരവും കൊടുത്തില്ല. ഈ ഭടന്മാർ ആശ്രമത്തിനുള്ളിൽ കടന്ന് പരിശോധന നടത്തുകയും കൈയോടെ അവർ തൊണ്ടി സഹിതം കള്ളന്മാരെ പിടികൂടുകയും ചെയ്തു. കള്ളന്മാരെ ഈ മുനി ആശ്രമത്തിൽ ഒളിപ്പിച്ചു വെച്ചതാണ് എന്ന് രക്ഷാഭടന്മാർ സ്വാഭാവികമായും വിചാരിച്ചു. അവർ അണിമാണ്ഡവ്യനെയും കള്ളന്മാരെയും രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുചെന്ന് ഹാജരാക്കി. അതിനുശേഷം വിചാരണയൊക്കെ നടത്തി എല്ലാവരെയും ശൂലത്തിലേറ്റാനാണ് രാജകൽപ്പന ഉണ്ടായത്. അങ്ങനെ കള്ളന്മാരോടൊപ്പം അണിമാണ്ഡവ്യൻ എന്ന ആ മഹാമുനിയെയും ശൂലത്തിലേറ്റി. പക്ഷേ ശൂലത്തിലേറ്റി എങ്കിലും അദ്ദേഹത്തിന് മരണം സംഭവിച്ചില്ല. വളരെ കാലം അദ്ദേഹം ആ ശൂലത്തിൽ കിടന്ന് ജപിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ ചില മഹർഷിമാർ അവിടെ വരാനിടയായി. അണിമാണ്ഡവ്യന്റെ അടുത്ത് വന്ന് അങ്ങ് ചെയ്ത അപരാധം എന്താണ് എന്ന് ഈ മഹർഷിമാർ അണിമാണ്ഡവ്യനോട് ചോദിച്ചു. പക്ഷേ അദ്ദേഹം ആരെയും കുറ്റം പറഞ്ഞില്ല. ഇത് തൻ്റെ കർമ്മഫലമാണ്, അതാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞു. ശൂലത്തിലേറ്റപ്പെട്ട മുനി വളരെ നാളായിട്ടും മരിക്കാത്ത വാർത്ത രാജാവിൻ്റെ ചെവിയിലും എത്തിച്ചേർന്നു. അതോടുകൂടി ഈ മുനി യാതൊരു തെറ്റും ചെയ്തിട്ടുണ്ടാകില്ല എന്ന് രാജാവ് ചിന്തിക്കുകയും അദ്ദേഹം അണിമാണ്ഡവ്യന്റെ അടുക്കലേക്ക് ഓടി വരികയും ചെയ്തു. എന്നിട്ട് അറിയാതെ ചെയ്തു പോയ തൻ്റെ ഈ അപരാധം ക്ഷമിക്കണം എന്ന് രാജാവ് അണിമാണ്ഡവ്യനോട് പറയുകയും അദ്ദേഹം മാപ്പപേക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തെ ശൂലത്തിൽ നിന്നും ഊരിയെടുക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ശൂലമൂരാൻ സാധിച്ചില്ല.
അവസാനം ശൂലം മുറിച്ചാണ് മുനിയെ മോചിപ്പിച്ചത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ശരീരത്തിന് അകത്ത് ശൂലത്തിന്റെ ഭാഗം ഉണ്ടായിരുന്നു. കാലം ഒരുപാട് കഴിഞ്ഞു. ശൂലഭാഗം ശരീരത്തിൽ ഏറ്റി വെച്ചുകൊണ്ട് തന്നെ അണിമാണ്ഡവ്യൻ തപസ് തുടരുകയും ചെയ്തു. കാലം കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇഹലോകവാസം വെടിയുകയും പിന്നീട് ധർമ്മരാജാവിൻ്റെ പുരിയിൽ എത്തിച്ചേരുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം യമധർമ്മനോട് ചോദിച്ചു, ശൂലഭാഗം എൻ്റെ ശരീരത്തിനുള്ളിൽ സ്ഥിരമായി ഇരിക്കത്തക്കവണ്ണം ഞാൻ എന്തു പാപമാണ് ചെയ്തത്? ഇതിനുത്തരം താങ്കൾ പറയണം, അല്ലെങ്കിൽ അങ്ങ് ഇതിൻ്റെ ഫലം അനുഭവിക്കും. ഇങ്ങനെ അണിമാണ്ഡവ്യൻ ധർമ്മരാജനോട് ചോദിച്ചു. അപ്പോൾ യമധർമ്മൻ പറയുകയാണ്, അങ്ങ് ഒരു പുഴുവിൻ്റെ ശരീരാന്തർഭാഗത്ത് പണ്ട് ഈർക്കിൽ കയറ്റിയിരുന്നു. ആ പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അങ്ങേക്ക് ഇത് സംഭവിച്ചത്. അല്പം ദാനം ചെയ്താൽ 10 ഇരട്ടി ഫലം കിട്ടും. അതേപോലെ അല്പം പാപം ചെയ്താലും 10 ഇരട്ടി ശിക്ഷയും ലഭിക്കും. ഇങ്ങനെയാണ് യമധർമ്മൻ ഉത്തരം പറഞ്ഞത്. പക്ഷേ താൻ ഇങ്ങനെ ഒരു അപരാധം ചെയ്തതായി അണിമാണ്ഡവ്യന് അറിയുക പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ധർമ്മരാജാവിനോട് ചോദിച്ചു, ഞാൻ എപ്പോഴാണ് ഈ പാപം ചെയ്തത്? ഉടനെ യമധർമ്മൻ പറയുകയാണ്, അങ്ങ് കുഞ്ഞായിരിക്കുമ്പോഴാണ് ചെയ്തത്. യമധർമ്മന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ അണിമാണ്ഡവ്യന് വളരെയധികം ദേഷ്യമാണ് തോന്നിയത്. ഒരു കൊച്ചു കുഞ്ഞ്, ആ കുഞ്ഞിന് അറിവില്ലാത്ത സമയത്ത് ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാലത്ത് ചെയ്ത ഒരു ചെറിയ തെറ്റിന് അങ്ങ് എത്രമാത്രം വലിയ ശിക്ഷയാണ് എനിക്ക് നൽകിയത്. അതുകൊണ്ട് ഞാനിതാ അങ്ങയെ ശപിക്കുന്നു. അങ്ങ് ശൂദ്രനായി മനുഷ്യനായി ഭൂമിയിൽ പിറക്കട്ടെ. അങ്ങനെ അണിമാണ്ഡവ്യന്റെ ഈ ശാപം മൂലമാണ് ധർമ്മരാജൻ ദാസീപുത്രനായ വിതുരനായി മനുഷ്യയോനിയിൽ പിറന്നത്. വിതുരൻ ധർമ്മശാസ്ത്രത്തിലും അർത്ഥശാസ്ത്രത്തിലും വലിയ കേമനായിരുന്നു. കാമക്രോധ ലോഭങ്ങളൊന്നും അദ്ദേഹത്തെ തീണ്ടിയിരുന്നില്ല. ഈ വിതുരർ കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കുന്നതിനും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പക്ഷത്ത് നിൽക്കുന്നവനും പാണ്ഡവരോട് ഇഷ്ടമുള്ളവനുമായിരുന്നു. ഇതാണ് വിതുരരുടെ കഥ. വിതുരരുടെ അച്ഛൻ ആരായിരുന്നു? സാക്ഷാൽ വ്യാസഭഗവാനായിരുന്നു. വ്യാസഭഗവാന്റെ പുത്രന്മാരാണ് ആരൊക്കെ? ധൃതരാഷ്ട്രർ, പാണ്ഡു. കുലം അന്യം നിന്നു പോകും എന്ന അവസ്ഥ വന്നപ്പോഴാണ് വ്യാസഭഗവാന് 2 പുത്രന്മാരുണ്ടായത്. ആ കഥയൊക്കെ ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ആ സമയത്ത് വ്യാസന് ദാസി സ്ത്രീയിൽ, അതായത് ശൂദ്ര സ്ത്രീയിൽ ജനിച്ച പുത്രനാണ് വിതുരർ. ആ നിലയ്ക്ക് വിതുരരും ധൃതരാഷ്ട്രരും പാണ്ഡുവും സഹോദരന്മാരാണ്. നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായോ? നിങ്ങൾക്ക് ഈ കഥ ഇതിനു മുമ്പ് അറിയാമായിരുന്നോ? അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ അറിയാമായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം. അറിയാത്ത കഥയായിരുന്നുവെങ്കിൽ അറിയില്ലായിരുന്നു എന്ന് കൂടി പറയുക. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.